നിയമത്തെക്കാൾ വലുതാണ് സ്നേഹം. ഇപ്പോഴും നമ്മൾ സ്നേഹത്തെക്കാൾ വലുതൊരു സംഭവമുണ്ട്. എന്താണ്? കരുണ. ഉടമ്പടിയിൽ എന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണല്ലേ. ദൈവത്തിൻ്റെ സാന്നിധ്യം വേണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോയാൽ പറ്റത്തില്ല, സ്നേഹപരമായിട്ട് പോയാൽ പറ്റത്തില്ല, പിന്നെ എന്താണ്? കരുണപരമായിട്ട് പോകേണ്ടി വരും. ഇത് പഠിക്കാനാണ് വിളിപ്പിക്കുന്നത്. ഇത് അല്ലെങ്കിൽ ഈ സമയമെടുക്കും. ഇതൊക്കെ പഠിപ്പിച്ച് തരാൻ വേണ്ടിയാണ് എല്ലാ ആഴ്ചയിലും വിളിപ്പിക്കണം, ഒരു മാസം ഒരു പ്രാവശ്യം വെച്ച്. ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ, ദുഷ്ടവൃത്യാന്ന് വിളിച്ചോണ്ട് കൊണ്ട് പാറാവിലിടും. പാറാവിൻ്റെ കഥ പറയണില്ലേ കർത്താവ്, അല്ലേ? ഒരുത്തന് ഒരു ഉത്തമവർണ്ണന് കടക്കാരുണ്ടായിരുന്നു. ആ കടക്കാരൻ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ കടങ്ങളെല്ലാം വീട്ടുക, ഭാര്യനെയും മക്കളെയും വിറ്റ് വീട്ടാൻ പറയും. അപ്പോൾ അയാൾ യജമാൻ്റെ കാലെ കെട്ടി വീണിട്ട് എന്താ പറയണത്? എന്ത് പറയും? എനിക്കിത്തിരി സാവകാശം തരണമേ, ഞാനെല്ലാം തന്ന് വീട്ടിക്കൊള്ളാം. ഉടനെ സാവകാശം കൊടുത്തു. പക്ഷെ അവന് സാവകാശം കിട്ടിയവൻ എന്ത് ചെയ്തു? അവൻ പുറത്ത് പോയി അവന് 100 ദനാറ, താലന്താണിത്. മറ്റത് വിൽക്കാനുള്ള താലന്താണ്, 1000 രൂപയാണത്. കാരണം താലന്ത് പൊന്നാണയവാ, ദനാറ വെള്ളി നാണയവാ, വ്യത്യാസമുണ്ട്. ആ 100 ദനാറ കൊടുക്കാനുള്ളവനെ കണ്ടപ്പോൾ അവനെ കടത്തി പിടിച്ച് കണ്ടുവച്ചാൽ പറഞ്ഞു, കടം തന്നു വിടറാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, പട്ടാങ്ങി പറഞ്ഞു, ഞാനെല്ലാം തന്നു വിട്ടിട്ട് കൊള്ളാം, എനിക്ക് സാവകാശം തരുന്ന. ഇവൻ സാവകാശം കൊടുത്തില്ല, അവനെ പിടിച്ച് പാറാവിലിട്ട്. അപ്പം കണ്ട സഹഭൃത്യന്മാർ, ഈ കാഴ്ച കണ്ട സഹഭൃത്യന്മാർ യജമാനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നമ്മൾ അവന് താലന്ത് കണക്കിന് സ്വർണ്ണ പവൻ കണക്കിന് അവന് കരുണ കൊടുത്തില്ലേ, പക്ഷേ അവൻ അതിൻ്റെ കീഴ്ക്കടക്കാരനോട് വെള്ളി മാത്രം കടമുണ്ടായിരുന്നവനോട് കരുണ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വിളിച്ച്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും, അതുകൊണ്ട് കടമുഴുവൻ തന്നു വിട്ടപ്പോൾ അവന് പാറാവിലടച്ചു. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അയാൾക്ക് അനുഗ്രഹം കിട്ടിയ ആളല്ലേ, അല്ലേ? പക്ഷെ അയാൾക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ല. എന്തുകൊണ്ടാണ്? കയ്യിലിരിപ്പ് കുഴപ്പമാണ്. ഉടമ്പടിയിലും അങ്ങനെ സംഭവിക്കും. അനുഗ്രഹം കിട്ടും, പക്ഷെ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. അനുഗ്രഹം കിട്ടും, പക്ഷേ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. എന്താ കാരണം? കർത്താവ് കരുണ കാണിച്ചതുപോലെ കർത്താവ് തിരിച്ചു ചോദിക്കും, നീയും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയില് അങ്ങയുടെ തനി സാന്നിധ്യം ഞാൻ അനുഭവിക്കുമ്പോൾ അങ്ങയോട് ചെയ്ത വാഗ്ദാന പ്രകാരം ജീവിത വിശുദ്ധി പാലിക്കുവാൻ എന്നോട് ബന്ധപ്പെട്ട എല്ലാവരോടും നിയമത്തെക്കാൾ ഉപരി സ്നേഹത്തെക്കാൾ ഉപരി സഹിക്കുന്ന സ്നേഹമായ, കൊടുക്കുന്ന സ്നേഹമായ കരുണ കാണിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിച്ചു ദൈവമേ, ഞങ്ങളുടെ സഹജീവികളോട് കരുണ കാണിക്കുവാൻ ഉള്ള വലിയ കൃപയും നൽകി ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കുവാൻ ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുവദിക്കുവാൻ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പാവനാത്മാവേ, പരമിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഓ പാവനാത്മാവേ, പരമിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഓ സ്വർഗശക്തിയെ, ശക്തി എന്നിലേകണേ, ഓ സ്വർഗശക്തിയെ, ദൈവസ്തുതി പാടിടാം, ദൈവസ്നേഹം നൽകണേ, ദൈവസ്തുതി പാടിടാം, ദൈവസ്നേഹം നൽകണേ. ഓ പാവനാത്മാവേ, പരമിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ശക്തിയുടെ പാടാം. ഓ പാവനാത്മാവേ, സ്തുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്തി ശക്തിയോടെ സ്തുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ, ഞങ്ങളുടെ സഹോദരങ്ങളോട് കർത്താവേ, ഞങ്ങൾക്ക് നീ നൽകുന്ന കൈകൾ ഉയർത്തി സ്തുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, വലിയ ഹൃദയം ഞങ്ങൾക്ക് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സമരം നിലനിൽക്കുവാൻ കരുണയുള്ളവരാക്കി ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് പുതിയ ബോധ്യങ്ങൾ നൽകുന്ന വലിയ ദൈവമേ, നിനക്ക് നന്ദി കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ദുശാഠ്യങ്ങൾ, കരുണയില്ലാത്ത അവസ്ഥകൾ ദൈവവചനത്തിനോട് ദൈവ ഇഷ്ടത്തോടെ മർദ്ദലിച്ച് നിൽക്കുന്നതാണ് ദുശാഠ്യം. ഇപ്പോൾ നീ ഒരു അഫെയറിലാണ്, ഒരു പ്രണയം. പക്ഷെ നിനക്ക് ഈ പ്രണയത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, നിനക്ക് അവനെ ഈശ്വര വിശ്വാസം വളർത്താൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ ദുശാഠ്യം കാണിക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം എന്താ? നിനക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിത്യരക്ഷ എന്ന് പറഞ്ഞ വലിയ നിത്യവാഗ്ദാനം കിട്ടിയിട്ട് 10-70 കൊല്ലം ജീവിക്കാൻ പോകുന്ന ഒരാളുമായിട്ട് നിൻ്റെ ആത്മാവിനെ പണയപ്പെടുത്തി നിൻ്റെ മക്കളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നീ ഒരു തീരുമാനം എടുക്കാൻ പോണത്. അത് നിൻ്റെ ആത്മാവ് നിന്നെ ദുർമാതൃകയായിക്ക് മാറ്റും. മറ്റുള്ളവർക്ക് നീ ഉതപ്പാകും. നിൻ്റെ അനിയത്തിക്കോ ചേട്ടത്തിക്കോ നീ ഉതപ്പാകും. നിൻ്റെ കൂട്ടുകാർക്ക് നീ ഉതപ്പാകും. നിന്ന് ജനിക്കാതെ കുഞ്ഞിനെങ്കിൽ നിത്യരക്ഷ ലഭിക്കത്തില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങൾക്ക് നീ മാതാപിതാക്കന്മാരെ സോപ്പിടാം. അതുകൊണ്ട് കഥയൊന്നുമില്ല. ആരെങ്കിലും ലൈനെടുത്ത് കഴിഞ്ഞാൽ മാതാപിതാക്കന്മാർ പ്രസവിച്ച് വയറൊക്കെ വിടുത്ത് വരുമ്പോൾ കയറി പ്രസവിച്ചിട്ട് പൊടിയെന്ന് പറയും. അപ്പം മിണ്ടാത്തില്ലെങ്കിൽ അമ്മ പറയും. അപ്പോൾ അമ്മയുടെയും അപ്പൻ്റെയും ഒക്കെ ഒരു മാനസികാവസ്ഥ നോക്കിയിട്ടല്ല നീ ജീവൻ വരുന്നത്. നിനക്ക് ദൈവത്തെക്കുറിച്ച് പേടിയില്ല, ദൈവത്തെ നിനക്ക് അറിയത്തില്ല. അപ്പനെ സോപ്പിടുക, അമ്മയെ പറഞ്ഞു നിർത്താമെന്നാണ് നീ വിചാരിക്കണത്. പക്ഷെ പറഞ്ഞു നിർത്താൻ പറ്റാത്ത വേറെ ഒരാളുണ്ടാവും. അയാളെ ഒരിക്കലും പറഞ്ഞു നിർത്താൻ പറ്റുകയില്ല. കാര്യം പറഞ്ഞു നിർത്താൻ പറ്റാത്തതിന് കാരണം അയാളെ പറഞ്ഞു നിർത്താൻ പറ്റാത്ത കൊണ്ടാണ് അയാൾ രക്തം ചിന്തി മരിച്ചത്. അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തപ്പെട്ട ആത്മാവാണ് നിൻ്റെത്. ആത്മാവിനെ പണയപ്പെടുത്തുന്ന പൈശാചികമായ തീരുമാനത്തിൽ നിന്ന് നക്കാപ്പിച്ചയുടെ കുറച്ച് കാലത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നീ പിടിച്ചു നിൽക്കുകയാണെന്നെങ്കിൽ അത് ദുശാഠ്യമാണ്. ദ ഗോഡ് വിൽ കം വിത്ത് യു നെവർ. ഒരിക്കലും നിൻ്റെ കൂടെ വരത്തില്ല. നീ തീരുമാനിക്കണം, ദുശാഠ്യമുള്ള തീരുമാനിക്കണം. കാര്യം എഴുതിയിട്ടുണ്ട്, അത് ദുശാഠ്യമുള്ളവരുടെ കൂടെ ഞാൻ തിരിച്ചു വരത്തില്ലെന്നും. ദൈവം വരത്തില്ലെന്ന് ഭൂമി വെച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിത്യത വരെ നിൻ്റെ കൂടെ വരത്തില്ലെന്നാണ്. കൈ എടുത്ത് കർത്താൻ കൈകളടിച്ച് ശക്തിയോടുകൂടി ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. ഒരു അർഹതയോ യോഗ്യതയോ അറിവോ ഉണ്ടായിട്ടല്ല ഞാനിവിടെ നിൽക്കണേ. പരിശുദ്ധ അമ്മയുടെ കൃപയും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കണേന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2019 നവംബറിലാണ് ആദ്യത്തെ എൻ്റെ ഉടമ്പടി എടുത്തത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നതും 2020 ഫെബ്രുവരിയിൽ ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാനിപ്പോൾ ഇന്നെൻ്റെ 8ാമത്തെ ഉടമ്പടിയാണ്. ഇന്ന് 8ാമത്തെ ഉടമ്പടിയാണ് ഞാൻ പുതുക്കിയത്. എനിക്ക് കൂടുതലായിട്ട് ഭൗതിക കാര്യത്തെക്കാളും കൂടുതൽ ആത്മീയ വളർച്ചയിൽ ആണ് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. ഭൗതികമായിട്ടുള്ള കാര്യം എന്നെ ഇവിടെ കൊണ്ടുവന്നത് എനിക്കൊരു ജോലിയില്ലാതെ, ജോലിയുടെ ബുദ്ധിമുട്ടിൽ ഒരു 15 മാസമായിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജോലിയുടെ ഇതിലാണ് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ഇവിടെ വരാനും ഉടമ്പടി പുതുക്കാനും ഒക്കെ ആയിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒരു 15 മാസമായിട്ട് എനിക്ക് ജോലി ഇല്ലായിരുന്നു. ഒരിടത്തുനിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നില്ല. ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടിയിലായിട്ട് പോലും ഒത്തിരി പരീക്ഷണങ്ങൾ വന്നു. ദൈവത്തെ ഞാൻ ചോദിച്ചു, എന്താണ് ജോലി തരാത്തതെന്ന്. എനിക്കറിയാം ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് തരാവുന്ന ജോലിയേ ഉള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് തന്നില്ലത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ഈ അൾത്താരെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഈശോയും അമ്മയും ഇത്രയും നാളും എന്നെ ഡിലേ ആക്കിയെന്നുള്ളത്. ഈ 15 മാസത്തിൽ പലയിടത്തും ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തു. എല്ലായിടത്തും റിജക്ഷൻ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ മാക്സിമം വിശ്വസ്തയോടുകൂടി നിൽക്കാൻ ശ്രമിച്ചു. എന്നിട്ടും എപ്പോഴും റിജക്ഷൻ മാത്രമാണ് വരാറുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ വരുന്നത് ദുബായിൽ നിന്നാണ്. ഇപ്പോൾ എനിക്ക് ഫെബ്രുവരി
25 ഒരു 15 മാസത്തിന് ശേഷം ദുബായിൽ ഒരു ജോലി കിട്ടി. അത് ജോലി പെട്ടെന്നുള്ള ജോലിയായിരുന്നു. ഞാനും പ്രതീക്ഷിച്ചു പോലും ഉണ്ടായിരുന്നില്ല ജോലി കിട്ടുമെന്നോ. ഒരു ഇൻ്റർവ്യൂ ഓൾ ഓഫ് എ സഡൻ ഒരു കോൾ വന്നു. ഇൻ്റർവ്യൂ എടുത്തു. ഓൺ ദ സ്പോട്ടിൽ അവർ പറഞ്ഞു യു ആർ സെലക്റ്റഡ്. വിത്തിൻ 15 days അവർ വിസ അയച്ചു തന്നു. എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാം മെഡിക്കലും എല്ലാം കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് 15 to 20 days ഇവിടുന്ന് പോയി. പക്ഷേ അതിനു മുമ്പേ ഞാനിവിടെ ജാനുവരിയിൽ ഇവിടെ വന്നിരുന്നു. എൻ്റെ ഉടമ്പടി 7ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാനിവിടെ വന്നിരുന്നു. ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. എന്നെ അവർ ഓൺ ദ സ്പോട്ടിൽ സെലക്ട് ആക്കി. വിത്തിൻ 1 week 2 weeksനുള്ളിൽ വിസ വന്നു. ഞാൻ പോയപ്പോഴും വീണ്ടും പരീക്ഷണമാണ്. അവിടെ എത്തിയപ്പോൾ പുതിയൊരു കമ്പനി, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഫീൽഡിലുള്ള ആരുമില്ല. എനിക്ക് അതുമാതിരിയുള്ള റെസ്പോൺസിബിലിറ്റീസ് തന്നു. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. വീണ്ടും ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒന്നും എനിക്കറിയില്ലല്ലോ, ഒന്നും അറിയാത്ത ഈ ജോലിയിലേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നതെന്ന് ഞാൻ ചോദിച്ചു മാതാവിനോടും. പക്ഷേ മാതാവ് ഓരോ ദിവസവും കൂടെ നിന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും. എനിക്കറിയാത്ത കാര്യങ്ങൾ വരെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഓരോ ദിവസം രാവിലെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും. ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേട്ടിട്ട് പോകും. അതിലൂടെ ഇൻസ്പിറേഷൻ കിട്ടുന്നതുകൊണ്ട് ഓരോ ദിവസവും എനിക്കറിയാത്ത കാര്യങ്ങൾ വൈകുന്നേരം വരുമ്പോൾ എത്ര സന്തോഷത്തോടെ തിരിച്ചു വരാൻ പറ്റുന്നുണ്ട്. പിന്നെ റെഗുലറായിട്ട് സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും റെഗുലറായിട്ട് സാലറി കിട്ടും. പക്ഷേ അതിലൊരു ബുദ്ധിമുട്ടും വരുത്താതെ മാതാവ് കൂടെ നിർത്തി ആ കിട്ടുന്ന സാലറിയിൽ നിന്നും ഹാഫ് സാലറിയിൽ നിന്നും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ സന്തോഷത്തോടു കൂടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരിക്കലും മാതാവിനെ കുറ്റപ്പെടുത്താതെ കിട്ടുന്ന സാലറി കൊണ്ട് അവർ എഗ്രി ചെയ്ത സാലറി റെഗുലറായിട്ട് മന്ത്ലി കിട്ടാതെ ഹാഫ് സാലറി തരുമ്പോഴും ആ സാലറി കൊണ്ട് സന്തോഷത്തോടു കൂടെ പല പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലിയുടെ കാര്യമായിട്ടുള്ള ഉടമ്പടി സാക്ഷ്യമായിട്ട് പറയാനുള്ള. രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 13 വർഷമായിട്ട് അലർജി ഉണ്ടായിരുന്നു. സിവിയർ ആയിട്ടുള്ള അലർജി ആയിരുന്നു. അതായത് ശരീരത്തൊക്കെ തടിച്ചു വരുവാണ്. ഒത്തിരി മരുന്നുകൾ എടുത്തിരുന്നു. പുറത്ത് പോയി മെഡിസിൻ എടുത്തു. പല ഹോസ്പിറ്റലിലും പോയി മെഡിസിൻ എടുത്തു. ഒന്നിനും ഫലിച്ചിട്ടില്ല. പലയിടത്തും പല ടെസ്റ്റുകൾ പറഞ്ഞു. പല ഡോക്ടേഴ്സ് പറഞ്ഞു അത് ചെയ്യണം ഇത് ചെയ്യണം, പല മെഡിസിൻസ് കഴിക്കണം, സെഡേഷനായിട്ടുള്ള ടാബ്ലറ്റ്സ് തരേണ്ടതുണ്ട്. ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെഡേഷൻ, ഉറക്കം, ജോലിക്ക് പോകുമ്പോൾ ഉറക്കം. അപ്പോൾ ഞാൻ ഇത് ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു അതിലൂടെ. പല ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല, ഇതിൻ്റെ കോസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല. ഓൾമോസ്റ്റ് ഒരു 13 years ആയിട്ട് ഇറ്റ് വാസ് എ സിവിയർ സഫറിങ് ബിക്കോസ് ഓഫ് ദിസ് ഇച്ചിങ് അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി വന്ന് എടുത്തിട്ടും എനിക്ക് ആ ഇച്ചിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തവണ ഞാൻ യേശുവിനോട് പറഞ്ഞു, എൻ്റെ യേശു അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ടും എനിക്കിനി ഈ ടാബ്ലറ്റ് കഴിക്കാൻ പറ്റണില്ല. ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഉറക്കം മാത്രമേ ഉള്ളൂ. ഈവൻ ജോലിക്ക് പോകുമ്പോഴും ഉറക്കം, രാത്രി കഴിച്ചാൽ രാവിലെ എണ്ണിക്കാൻ പറ്റാത്ത മാതിരിയുള്ള ഉറക്കം, പകല് കഴിച്ചാലും ഉറക്കം. അപ്പോൾ എല്ലാ സമയത്തും ടാബ്ലറ്റ് കഴിച്ചാലും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യേശുവോടും അമ്മ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇനി എനിക്ക് ടാബ്ലറ്റ് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതോടെ ഞാൻ ആ ടാബ്ലറ്റ് കഴിച്ചില്ല. പിന്നെ എപ്പോഴോ ഇത് മാറിപ്പോയെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് അലർജി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. എന്ത് ഫുഡ് കഴിച്ചാലും ഒരു പ്രോബ്ലവും ഇല്ല, ഒരു അലർജി ഇല്ല. ഓൾമോസ്റ്റ് മോർ ദാൻ 1 year ഇപ്പം ഞാൻ ഒരു ടാബ്ലറ്റ് പോലും മെഡിസിൻ്റെ ഒരു അലർജിയുടെ ഒരു ടാബ്ലറ്റ് പോലും എടുക്കണില്ല. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇപ്പോൾ പലപ്പോഴും ഞാൻ 2019 ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തത്. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നത് 8ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ടാണ്. ഇന്ന് ഞാൻ ഉടമ്പടി പത്രം കയ്യിലെടുത്തപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഞാൻ എന്താണ് എഴുതേണ്ടത് ഇതിനകത്തുനിന്ന്? എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഭൗതികമായിട്ട് എഴുതാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നു. ഇന്ന് എന്നോട് മാതാവിൻ്റെ മനസ്സിൽ പറഞ്ഞു, ജസ്റ്റ് റൈറ്റ് താങ്ക് യു ലോർഡ്, താങ്ക് യു ടു ജീസസ് ക്രൈസ്റ്റ്. ഇത് മാത്രമാണ് എനിക്ക് അതിനകത്ത് എഴുതാൻ, വേറെ ഒന്നും എനിക്ക് ഭൗതികമായിട്ട് എഴുതാനായിട്ട് ഒരു കാര്യവും അതിനകത്ത് കിട്ടണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഉടമ്പടി പത്രത്തിനകത്ത് വെറും ഒരു നിയോഗവും ഒന്നുമില്ലാതെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നു, ജസ്റ്റ് റൈറ്റ് താങ്ക് യു ടു ജീസസ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് യു ഹാവ് റിസീവ്ഡ്. വേറെ ഒന്നും എഴുതാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എഴുതി വെച്ചു, വേറെ ഒരു നിയോഗവും ഇല്ലാതെ ജസ്റ്റ് താങ്ക് യു ജീസസ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് യു ഹാവ് ഗിവൺ അസ്. എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങളും ഓരോ ദിവസവും ഞങ്ങളെ സംരക്ഷിച്ച് നടത്തുന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. ഈ ഒരു പോറൽ പോലും വരുത്താതെ, ഒരു മുള്ളിൻ്റെ വേദന പോലും വരുത്താതെ ഇപ്പോഴും ഈ അൽത്താരയിൽ മാതാവും ഈശോപ്പയും കൊണ്ടു നിർത്തിയത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം മാത്രമാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ വരാൻ സാധിച്ചത് തന്നെ, ഞാനിപ്പോൾ പോയിട്ടൊരു 7 മാസമേ ആയിട്ടുള്ളൂ. ജപമാല റാലിക്ക് വരണമെന്നുള്ള ഒത്തിരി ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ ജപമാല റാലിയാണ്. കഴിഞ്ഞ വർഷം ദൈവാനുഗ്രഹം കൊണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ വർഷം ജപമാല റാലിയിൽ പങ്കെടുക്കാനായി മാതാവ് തന്ന ഒത്തിരി കൃപയ്ക്കും യേശുവയ്ക്കും നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ
ഞാൻ മംഗലാപുരത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഞാൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് ഒക്കെ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു, മെഡിക്കൽ കോളേജ്. ബിക്കോസ് എനിക്ക് മംഗലാപുരത്തെ ലാംഗ്വേജ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ട്രെയിനിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് മെഡിക്കൽ ഹോസ്പിറ്റലിലൊക്കെ പോയി, മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ പേഷ്യൻസിനെ കാണുകയും അവർ കൊടമ്പടി തൈലം പുരട്ടി കൊടുക്കുകയും പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് പല കുടുംബങ്ങളുമായിട്ട് ഒത്തിരി ബന്ധമായി. ഇപ്പോൾ അവർ വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സ്നേഹത്തിൽ അവരെ അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആൾക്കാരുമായിട്ട് ഇപ്പോൾ എനിക്ക് പരിചയമായി. മീൻസ് അവരെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഞാൻ ഈ മംഗലാപുരത്ത് നിന്ന് ഇത്രയും ദൂരെ എന്തിനാണ് പോകുന്നത്? മാതാവേ, എനിക്ക് വേറെ ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ. അപ്പോൾ മംഗലാപുരത്ത് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു 2 ബസ് പോയിട്ട് ഒരു ക്യാൻസർ സെൻ്റർ ഉണ്ട് അവിടെ. അതായത് ലാസ്റ്റ് സ്റ്റേജിലായിട്ടുള്ള പേഷ്യൻസിനാണ് അവിടെ അഡ്മിറ്റ് ആവുന്നത്. അതായത് അവരെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ലാസ്റ്റിലായിട്ടുള്ള, അതും ആവേ മരിയ പാലിയേറ്റീവ്, മാതാവിൻ്റെ പേരിലുള്ള ഒരു പാലിയേറ്റീവ് കെയറിൽ മാതാവ് എന്നെ കൊണ്ടുവിട്ട് അവിടെ ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോണ മാതിരി എല്ലാ ദിവസവും പോയി അവിടുത്തെ പേഷ്യൻസിനെ ശുശ്രൂഷിക്കുകയും അവർക്ക് മാക്സിമം അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് എല്ലാ ദിവസവും ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവർ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലുള്ള പേഷ്യൻസ് ആണ്. അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവർ നമ്മുടെ കയ്യിൽ, യേശു അപ്പയുടെ കൈയാണ് നമ്മുടെ കൈകളിൽ പിടിക്കുന്നത്. അവരെ ചിലപ്പോൾ നമ്മൾ പിറ്റേ ദിവസം പോകുമ്പോൾ അവരുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അവരെ അവസാനമായിട്ടൊന്ന് കുളിപ്പിച്ച് അവരുടെ ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കാനുള്ള ഈ കൃപയൊക്കെ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയും ഈ ഉടമ്പടിയിലൂടെ മാത്രമാണ് ഇതെല്ലാം കിട്ടിയത്. അതുകൂടാതെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടുത്തെ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിന് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, ഫുഡ് കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും ഒരു 600 പേർക്ക് ഫുഡ് സെർവ് ചെയ്യാനായിട്ട് അവിടെയും അവിടെ കൂടെ ഇരുന്ന് സെർവ് ചെയ്യാനായിട്ടുള്ള ആ കൃപയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജോലി ചെയ്യണ മാതിരി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതുകൂടാതെ ഉടമ്പടി പത്രം ഞാൻ കൊടുക്കുമ്പോൾ, ഉടമ്പടി പത്രം ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാറുണ്ടായിരുന്നില്ല. ഞാൻ സാധാരണ പോയി കൊടുക്കാം. പക്ഷേ ഇപ്പോൾ എനിക്കത് കൊടുക്കുമ്പോൾ എനിക്ക് ദൈവത്തെ കൈമാറുന്നു, ദൈവത്തിൻ്റെ വചനം കൈമാറുന്നു. ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ഒത്തിരി അറിവ് എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ ആ പത്രം അത് വായിക്കാൻ ശ്രമിക്കും, കംപ്ലീറ്റായിട്ട് വായിക്കാൻ ശ്രമിക്കും. അതിൽ ഉടമ്പടി തൈലം പുരട്ടിയിട്ട് ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് പത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതുകൂടാതെ മാതാവിൻ്റെ കാശരൂപം വാങ്ങി വഴിയിലൊക്കെ പോയി ആൾക്കാർക്കൊക്കെ കയ്യിൽ കാണുന്നവർക്കൊക്കെ ബ്ലസ്ഡാന്ന് പറഞ്ഞ് കൊടുക്കുകയും അവർക്ക് മാതാവിനെ പറ്റി അറിയാത്തവർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അറിവൊക്കെ മാതാവ് എപ്പോഴും തരുന്നുണ്ട്. കൂടുതലും ഞാൻ പത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. ഞാൻ മംഗലാപുരത്ത് നിന്ന് ഗോവയിൽ പോയി പത്രം കൊടുക്കാറുണ്ട്. പിന്നെ അറിയാത്ത പള്ളികളിൽ, ഇപ്പോൾ കുറേ ഇൻറ്റീരിയറായിട്ടുള്ള റിമോട്ട് ഏരിയാസിലുള്ള പള്ളികളിലൊക്കെ അവിടെ കൃപാസനത്തെ പറ്റിയൊന്നും അവർക്ക് അറിയുണ്ടായിരിക്കും. അപ്പോൾ അവിടെ പോയി മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ തന്നു. പലർക്കും എല്ലാവർക്കും അറിയാം, പക്ഷേ ചില ഏരിയാസിലൊന്നും, ചില പള്ളികളിലൊന്നും ഈ കൃപാസനം മാതാവിനെ അറിയാത്ത പള്ളികളിൽ മാതാവിനെ കൊണ്ടുപോയി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അവിടെ എല്ലാം കൊണ്ടുപോയി എന്നെ കൊണ്ട് പത്രം കൊടുപ്പിക്കാനുള്ള ആ കൃപയും അനുഗ്രഹങ്ങളും ഒത്തിരി തന്നിട്ടുണ്ട്. ആ ഒരു കൃപയാണ് ഈ ഉടമ്പടി കൂടെ എനിക്ക് ഏറ്റവും കിട്ടും. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കാനും രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും ഉള്ള ഒരു നല്ല മനസ്സ് എപ്പോഴും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നു. നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്താണെന്ന് പോലും കണ്ടിട്ടില്ല, പുറത്തുനിന്നുള്ള കാണുന്നു. ഇപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ആ രോഗികളെ കാണുമ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം സംരക്ഷിക്കും എന്നുള്ള ഒരു അനുഗ്രഹവും അറിവും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ ഒരു പോറൽ പോലും എപ്പിക്കാതെ നടത്തുന്ന യേശുക്ക് ഒത്തിരി നന്ദി പറയാനുള്ള സാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ ആവശ്യമുള്ളവർക്ക് കിട്ടുന്ന പൈസ ഫിനാൻഷ്യലി ആയിട്ട് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഒരു മടി കൂടാതെ ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, അത് അറിയിക്കുന്ന ആൾക്കാരെ എനിക്ക് കാണിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് അറിയില്ല ആർക്കാണ് കൊടുക്കേണ്ടത്, അത് അർഹിക്കുന്നത് യേശു അപ്പായ്ക്ക് ആവശ്യമുള്ളവരെ ആഗ്രഹിക്കുന്ന ആളെ കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ആരെങ്കിലും കാണിച്ചു തരും. ഒരു ജെനുവിനായിട്ട് അവർക്ക് പൈസയുടെ ആവശ്യമുള്ള ആൾക്കാരെ കാണിച്ചു തരാറുണ്ട്. അത് മാതാവ് കൂടെ വന്ന് കാണിച്ചു തരാറുള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവാറ്. പിന്നെ മാതാവിൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ടെന്നുള്ള നല്ലൊരു ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ കൂടെ ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാനൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ, അതായത് ജാനുവരിയിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഇവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അടുത്ത തവണ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണം, അതും ഈ സിസ്റ്ററിൻ്റെ കൂടെ നിന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞ്
വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് എന്നെ കാണിച്ചു. ഞാൻ മുകളിൽ സാക്ഷ്യപത്രം എഴുതിക്കൊണ്ട് ഈ സിസ്റ്ററെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ മാതാവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സിസ്റ്ററിനോട് ഈ കാര്യം പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, എൻ്റെ മാതാവ് എനിക്ക് അടുത്ത പ്രാവശ്യം സാക്ഷ്യം വരുമ്പോൾ ഈ ജിന സിസ്റ്ററിൻ്റെ അടുത്ത് നിന്നോട് സാക്ഷ്യം പറയണത് എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയുന്ന സാക്ഷ്യമാണ്. എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു. മാതാവ് എൻ്റെ ചാൻസ് വന്നപ്പോൾ തന്നെ സിസ്റ്ററിനെ ഇവിടെ കൊണ്ട് നിർത്തിയത്. ഇത് സത്യം പറഞ്ഞ നന്ദിയോട് ഞാൻ മാതാവിനെ സ്തുതിക്കുന്നു. എൻ്റെ ഈശോയ്ക്ക് നന്ദിയോട് സ്തുതിക്കുന്നു. എല്ലാ കൃപകൾക്കും നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യമായി തന്നെ ഈ അൾത്താരയിൽ എന്നെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആതിര. ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ്. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 2024 ജൂൺ മാസം 16-ാം തീയതിയാണ്. ഞാൻ ആദ്യമായിട്ട് അന്നാണ് ഇവിടെ വന്നതും. എൻ്റെ കുഞ്ഞിന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനും എൻ്റെ അമ്മയുടെ സൗഖ്യത്തെക്കുറിച്ച് പറയാനുമാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മോന് ജനിച്ച സമയത്ത് ഷുഗർ ലോ ആയി ഫിറ്റ്സ് വന്നിരുന്നു. അപ്പം ഞങ്ങൾ കൊല്ലത്തുള്ള ആശുപത്രി കൊണ്ടുപോയി അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. പിന്നീട് ഒരു മരുന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് 1 വയസ്സ് കഴിഞ്ഞ് വീണ്ടും കുഞ്ഞിന് ഇത് കണക്ക് കുഞ്ഞ് ബാക്കിലോട്ട് മലന്ന് കണ്ണൊക്കെ തെള്ളി വന്നു. ഇതെന്താണെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഫിറ്റ്സിൻ്റെ ആണ്. വീണ്ടും നമ്മൾ EEG എടുത്തു. EEG എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു നല്ല വേരിയേഷൻ ഉണ്ട്, നമുക്ക് SIT ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്തൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെയാണ് പിന്നീട് കാണിച്ചത്. അവിടെ EEG വീണ്ടും എടുത്തപ്പോൾ അവിടെ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ MRI എടുത്തു. MRI എടുത്തപ്പോഴാണ് കുഞ്ഞിനെ എപ്പിലെപ്സി ആണെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അന്ന് തൊട്ടേ കുഞ്ഞിനെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ 4 മാസം കൂടുമ്പോഴും കുഞ്ഞിനെയും കൊണ്ട് പോകണമായിരുന്നു. ഞാനിവിടെ വന്ന് ജൂൺ മാസം 16-ാം തീയതി വന്നപ്പോൾ ഉടമ്പടിയിലും വെച്ചിരുന്ന നിയോഗം മൊത്തവും എൻ്റെ മകന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഞാൻ ഈ 3 മാസവും ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാനൊരു അക്രൈസ്തവയാണ്. എങ്ങനെയാണ് ഉടമ്പടി കാര്യങ്ങളെന്നെല്ലാം ഞാൻ അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും കേട്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ മാസം 24-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായ ഡിസംബർ 7-ാം തീയതി എൻ്റെ ആ മകൻ്റെ ഈ രോഗത്തിന് പരിപൂർണമായിട്ടും രോഗശമനം ഉണ്ടാവണേ എന്ന് മാതാവിനോട് മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 4 മാസം കഴിഞ്ഞിട്ട് നവംബർ മാസത്തെ SITയിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് പോയപ്പം അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു 1 വയസ്സിൽ EEG എടുത്തതല്ലേ, നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. EEGക്ക് എഴുതി. നവംബർ 30-ാം തീയതി ആയിരുന്നു EEG എടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ആ നവംബർ 30-ന് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ച് മോനൊരു കാശുരൂപം തന്നു. ഞാൻ അതുമായിട്ട് ഡിസംബർ 3-ാം തീയതി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് കയറിയത്. അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ഞാൻ അവിടുത്തെ ധ്യാന ദിവസം. ഞാൻ അവിടെ കയറുന്നതിന് മുമ്പിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് ഓരോ മാതാപിതാക്കൾക്കും ഇവിടുത്തെ കൃപാസന പത്രം ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ കാശുരൂപം എല്ലാം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മാതാവുണ്ട്, പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഓരോ മക്കൾക്ക്, എൻ്റെ മകന് വേണ്ടി മാത്രമല്ല എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവങ്ങനെ കിടത്തിയ ബെഡിനകത്ത് ഉപ്പിട്ട് വിതറി വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവെ ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന ഇതാക്കി. ഡിസംബർ 7-ാം തീയതി അമ്മയുടെ റിസൾട്ട് വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അന്ന് പോയില്ല. ഞാൻ ഈ അച്ഛൻ്റെ ധ്യാനം 2:30-ൻ്റെ ധ്യാനം ഓൺലൈനിൽ കൂടി ഞാൻ ഈ അമ്മയുടെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ പറഞ്ഞതായിരുന്നു, അമ്മേ ഈ EEG റിപ്പോർട്ട് എനിക്ക് നോർമലാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അവൻ്റെ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. 7.5 ml വെച്ചിട്ടാണ് 1 വയസ്സ് തൊട്ട് എൻ്റെ കുഞ്ഞ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അമ്മയുടെ അടുത്ത് മുട്ടിപ്പാട്ട് നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 9-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് റിസൾട്ട് മേടിക്കാൻ നേരത്ത് 1 വയസ്സിൽ EEG റിപ്പോർട്ട് കണ്ടപ്പം അത് ഒരു പേജ് നിറച്ച് എന്തൊക്കെയോ അവർ എഴുതി വെച്ചിരുന്നു. പക്ഷേ ഈ റിസൾട്ട് മേടിച്ച് എനിക്ക് നോക്കാൻ പേടിയായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിനെ മുട്ടിപ്പാട്ട് നിന്ന് പ്രാർത്ഥിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനകത്ത് എപ്പിലെപ്സിയുടെ ഒരു അന്തരം പോലും ഇല്ല, മോൻ്റെ EEG റിപ്പോർട്ട് നോർമലായി, കുഞ്ഞിൻ്റെ മരുന്ന് നമുക്ക് പൂർണ്ണമായിട്ടും നിർത്താമെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ മകൻ ഒരു മരുന്ന് പോലും ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ എന്ന് ഉടമ്പടി എടുത്തോ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ എൻ്റെ മകന് ഉടമ്പടി തൈലവും തേനും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ മറന്നാലും എൻ്റെ കുഞ്ഞത് ചോദിച്ചു മേടിക്കും. അത്രയ്ക്കും എൻ്റെ അമ്മയും ഈശോയും എന്നെ ഉയർത്തിയിട്ടുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നുണ്ട്. എൻ്റെ അമ്മയും ഈശോയുമാണ് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റി തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ സാക്ഷി എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയുടെ കാലിലൊരു ആണി ഉണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്ത് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് കീറിയെടുത്തിട്ടും അത് മാറിയില്ല. ഞാൻ ഇവിടുത്തെ 2024 ജപമാല റാലിയിൽ പങ്കെടുത്തു. അന്ന് ഞാൻ
അമ്മയായിട്ട് വന്നു. അമ്മയ്ക്ക് കാലുകൊണ്ട് നടക്കാൻ പോലും വയ്യാത്ത സാഹചര്യമായിരുന്നു. ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു, അമ്മയ്ക്കുള്ള വിശ്വാസം കൂട്ടിക്കൊടുക്കണേ, അമ്മ ആ കാലിൽ ആണിരോഗം പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുക്കണേ എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ കാലിൽ ഇപ്പോൾ ആ ഒരു അടയാളം പോലും ഇല്ലാതെ എൻ്റെ അമ്മ അത് മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ കഴുത്തിൽ നല്ല വീക്കമായിരുന്നു. അതെന്താണെന്ന് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ തൈറോയിഡ് ക്യാൻസർ ടെസ്റ്റിനും കൊടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് എല്ലാം വന്നപ്പം അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു റിസൾട്ട് വന്നു. ഞാനത് നിയോഗം വെച്ചിരുന്നതാണ്. അതും എൻ്റെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും എനിക്കെടുത്ത് മാറ്റിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞ് ഒരു ദിവസം ഉറങ്ങിക്കിടന്ന് എണീറ്റ സമയത്ത് കുഞ്ഞിൻ്റെ കഴുത്തിൽ നല്ല നീളത്തിൽ 2 കറുത്ത വരകൾ കിടന്നു. അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടോ അത് മാറുന്നില്ല. ഞാൻ അത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മാതാവിൻ്റെ മുട്ടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒരാഴ്ച എടുത്തില്ല. അതിനു മുമ്പ് പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടി. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വൃദ്ധസദനം സന്ദർശിക്കുമായിരുന്നു. അവിടെ ഞങ്ങൾ വൈകിട്ടത്തെ കാപ്പിക്ക് വേണ്ടിയുള്ള കടിയെല്ലാം ഞാനും എൻ്റെ ഒരു സുഹൃത്തും വഴി കൊണ്ട് ചെല്ലുകയും അവിടെ അവരെ ഒരുപാട് നേരം അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ 1-2 പോതി ഞാൻ എടുക്കും. ഞാനത് അവിടെ ഓരോ വഴിയോരത്തിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും വേണ്ടി എനിക്ക് ജപമാലയും കരുണക്കൊന്തയും ഒന്നും ചെല്ലാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം അതെല്ലാം പഠിച്ച് ഞാൻ എല്ലാ ദിവസവും ജപമാലയും കരുണക്കൊന്തയും ഞാൻ ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും ഞാൻ ഇവിടെ വരും, പത്രം മേടിച്ച് ഞാൻ എല്ലാ പള്ളികളിലും വീടുകളിലും എല്ലാം കിടന്ന് എല്ലാ മാതാവിനെയും ഈശോയെയും പറഞ്ഞ് അറിയാത്തവരെ അറിയിച്ച് ഞാൻ പറയാറുണ്ട്. ബീച്ചുകളിലും എല്ലാം ഞാൻ കൊണ്ടു നടന്ന് കൊടുക്കാറുണ്ട്. ഇത്രത്തോളം എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവ് ഈശോയും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.